നമസ്തേ നമസ്തേ നമസ്തേ. ശ്രീ മഹാദേവൻ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. എല്ലാ ഗുണങ്ങളും ഐശ്വര്യങ്ങളും സമൃദ്ധികളെല്ലാം ശ്രീ മഹാദേവൻ തരട്ടെ. നമ്മൾ ഈ ആഴ്ച പറയാൻ പോകണമെന്ന് വെച്ചാൽ കന്നിക്കൂർ നക്ഷത്രങ്ങൾ, അതായത് ഉത്രം അത്തം ചിത്തിര നക്ഷത്രങ്ങളുടെ ഫലങ്ങളെ പറ്റിയാണ് ഈ ആഴ്ച പറയണത്. എന്താണെങ്കിലും അവർക്കൊക്കെ അല്പം സ്വസ്ഥതയും സമാധാനമൊക്കെ ഉള്ള സമയത്തിലേക്ക് നീങ്ങി നക്ഷത്രത്തിൻ്റെ സ്ഥിതിയൊക്കെ കന്നിക്കൂറ് നക്ഷത്രങ്ങളുടെ സ്ഥിതിയൊക്കെ അല്പം സമാധാനത്തോടും സന്തോഷത്തോടും പോകുന്ന രീതിയിലേക്ക് അതൊരു വലിയ കാര്യമാണ്. പ്രധാനം എന്ന് പറഞ്ഞാൽ ഏറ്റവും മനുഷ്യൻ്റെ ഏറ്റവും ഉത്തമ കാര്യം എന്ന് പറഞ്ഞാൽ രോഗാവസ്ഥകളില്ലാതെ ജീവിക്കുക എന്നുള്ളതാണ്. എന്താ, എത്രത്തോളം ധനം ഉണ്ടാക്കിയിട്ടും കാര്യമില്ല, എത്രത്തോളം സമ്പാദിച്ചാലും നമ്മൾ രോഗിയാണെങ്കിൽ ഇതൊന്നും നമുക്ക് ഗുണത്തിൽ വരില്ല. അപ്പോൾ ആ ഒരവസ്ഥയിൽ നിന്നൊക്കെ മോചനായി ആളുകാർക്ക്, കന്നിക്കൂറിലെ നക്ഷത്രക്കാർക്ക് അവരുടെ രോഗാവസ്ഥകളിൽ നിന്ന് മോചനം കിട്ടുന്ന ഒരു സമയമായി. രോഗികളാണെങ്കിൽ, അനവധി കാലങ്ങളായിട്ട് രോഗങ്ങളായിട്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ, രോഗത്തെ ഭയന്നിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ, അങ്ങനെയൊക്കെ ആണെങ്കിലും അതിൽ നിന്നൊക്കെ മോചനം കിട്ടുന്ന ഒരു സമയമായി. രോഗാവസ്ഥയിൽ നിന്ന് മോചനം കിട്ടും, രോഗം വരാത്തൊരവസ്ഥയിലേക്ക് മാറും. ധാരാളം സമയമായിട്ട്, ധാരാളം കാലങ്ങളായിട്ട് എന്തെങ്കിലും കാര്യങ്ങളിൽ രോഗശയ്യയിൽ രോഗം മൂർച്ഛിച്ച് അല്ലെങ്കിൽ രോഗത്തിൻ്റെ പീഡയിലൊക്കെ ഇരിക്കുന്ന ആൾക്കാർക്കൊക്കെ അതിൽ നിന്നൊക്കെ ഒരു മോചനം കിട്ടും. അതൊരു വലിയൊരു ഭാഗ്യമാണ്. പിന്നെ പറയണമെങ്കിൽ അവരുടെ ജോലിയിലുണ്ടായിരുന്ന പ്രതിസന്ധികൾ അങ്ങോട്ട് മാറും. അവരുടെ പ്രവർത്തന മേഖലയിലുണ്ടായിരുന്ന ആ പ്രതിസന്ധികൾക്കൊരു മാറ്റം വരും. ആ മാറ്റത്തിൻ്റെ ഗുണമായിട്ട് സ്വന്തമായിട്ട് ചില പ്രവർത്തന മേഖല ആരംഭിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ജോലിയിൽ അഭിവൃദ്ധി ഉണ്ടാവും. സാമ്പത്തിക ബാധ്യതകളൊക്കെ അല്പം കുറഞ്ഞു വരും. അങ്ങനത്തെ ഒരു സമയവും. പിന്നെ പറയണമെങ്കിൽ ഇവരെ സന്താനങ്ങളെ കൊണ്ട് ഇവർക്ക് സൗഖ്യം ലഭിക്കും. ഉത്രമത്തം ചിത്രന ആളുകാരുടെ സന്താനങ്ങളെ കൊണ്ട് അവർക്ക് സന്തോഷങ്ങൾ സൗഖ്യങ്ങളൊക്കെ ലഭിക്കും. പ്രസിദ്ധി ഉണ്ടാവാൻ സാധിക്കും. അങ്ങനെയുള്ള കുറച്ച് ഗുണങ്ങളുണ്ടാവും. പിന്നെ ദാമ്പത്യ ജീവിതത്തിലെ ആ കലഹങ്ങളൊക്കെ അങ്ങോട്ട് വിട്ടൊഴിയും. അതിനകത്ത് കലഹങ്ങൾ വന്നാൽ തന്നെ പ്രശ്നങ്ങളാണ്. സ്വസ്ഥത ഉണ്ടാവില്ല. അപ്പം കുടുംബ ജീവിതത്തിലുള്ള സ്വസ്ഥതക്കുറവൊക്കെ അങ്ങോട്ട് മാറും. സ്വസ്ഥമായിട്ട് സന്തോഷമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. അതൊരു പ്രത്യേക ഭാഗ്യമാണ്. പിന്നെ പറയണമെങ്കിൽ എന്തെങ്കിലും പ്രവർത്തന മേഖല ആരംഭിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ, പുതിയ സംരംഭങ്ങൾ, പുതിയ ഏതെങ്കിലും പ്രവർത്തന മേഖല തുടങ്ങാനായിട്ട് ഒക്കെ ശ്രമിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അതൊക്കെ നടക്കും, ഭംഗിയായിട്ട് നടക്കും. അതിനൊക്കെ പല വിധത്തിലുള്ള സാമ്പത്തിക സഹായങ്ങൾ വന്നു ചേരും. അതിന് മുൻകൈയിട്ട് ഇറങ്ങാനുള്ള മനസ്സ് വരും. അതിനൊക്കെ നമ്മുടെ കുടുംബാംഗങ്ങളും എല്ലാവരും നമ്മളോട് സഹകരിച്ച്, നല്ല മനസ്സാൽ സഹകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതൊരു ഭാഗ്യവും. പിന്നെ സംരംഭങ്ങളായിട്ട് നടക്കുന്ന ആൾക്കാർക്ക് അതിനകത്ത് അല്പം കൂടി അഭിവൃദ്ധി ഉണ്ടാവാനും വിജയസാധ്യതയൊക്കെ വന്ന് ചേരും. അതൊക്കെ ഭാഗ്യങ്ങളാണ്. പിന്നെ പറയണമെങ്കിൽ വിവാഹാദി കാര്യങ്ങൾ നോക്കുന്ന ആൾക്കാരാണെങ്കിൽ അല്പം വൈകാതെ തന്നെ വിവാഹാദി കാര്യങ്ങൾ ഉറയ്ക്കാനും നടക്കാനൊക്കെ സന്ദർഭങ്ങൾ വന്ന് ചേരും. സമയമാവും. വിവാഹം കഴിക്കാനും വിവാഹം നോക്കുന്ന ആൾക്കാർക്ക് വിവാഹം വേഗം നടക്കാനും വേഗം വന്ന് ചേരാനൊക്കെ ഉള്ള ആ സാധ്യതകളും സമയങ്ങളൊക്കെ ആയിട്ടുണ്ട്. അതും ഗുണസ്ഥിതിയാണ്. പിന്നെ പറയണമെങ്കിൽ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചാക്കണ വീടുകളുണ്ടാവും. നമ്മൾ വീട് പണിയൊക്കെ തുടങ്ങിയിട്ടേ അതൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കൊണ്ട് അല്ലെങ്കിൽ സർക്കാരിൽ നിന്നുള്ള പല കാര്യങ്ങൾ കൊണ്ടൊക്കെ നിൽക്കുന്നുണ്ടാവും, സ്റ്റോപ്പായിട്ട് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് മോചനം കിട്ടി നമുക്കതൊക്കെ പുനരാരംഭിക്കാൻ സാധിക്കും. തീർക്കാനല്ല, പുനരാരംഭിക്കാനും കുറച്ചാളൊക്കെ മുന്നോട്ട് ഭംഗിയായിട്ട് കൊണ്ടുപോകാനൊക്കെ സാധിക്കും. പിന്നെ പുതുതായിട്ട്
സ്ഥലം വാങ്ങിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാർക്ക് അതിനൊക്കെ സാധിക്കും. വീടും സ്ഥലവും കൂടിയല്ല, സ്ഥലമായിട്ട് വാങ്ങിക്കാൻ നോക്കുന്ന ആൾക്കാർക്ക് അത് ഏതെങ്കിലും രീതിയിലൊക്കെ വാങ്ങിച്ച് നമ്മളുടെ ഇടയ്ക്ക് ചേർക്കാൻ സാധിക്കും. അങ്ങനത്തെ ഒരു സമയസ്ഥിതിയാണ്. പിന്നെ പറയുകയാണെങ്കിൽ ചില വിഷമസന്ധി എന്ന് പറഞ്ഞാൽ ഈ വിദേശമായിട്ട് ബന്ധപ്പെട്ടുള്ള ആൾക്കാർക്ക് അല്പം ബുദ്ധിമുട്ടുണ്ടാവും. വിദേശ ജോലി നോക്കുന്ന ആൾക്കാർക്ക്, വിദേശത്ത് പോകാൻ ശ്രമിക്കുന്ന ആൾക്കാർക്ക്, വിദേശത്ത് പഠനമായിട്ട് ബന്ധപ്പെട്ട് പോകാൻ ശ്രമിക്കുന്ന ആൾക്കാർക്ക്, അങ്ങനെയുള്ള ആൾക്കാർക്ക് അല്പം ബുദ്ധിമുട്ടുണ്ടാവും. അതൊന്നും ഉടനെ നടക്കാനോ അല്ലെങ്കിൽ അതങ്ങോട്ട് ക്ലിയറായ കാര്യങ്ങൾ അനുകൂലമാവാൻ ഇത്തിരി താമസം ഉണ്ടാവും. സമയവശാലും പിന്നെ യുദ്ധകാര്യങ്ങൾ നടക്കുന്നതുകൊണ്ടൊക്കെ ആണെങ്കിലും നല്ലാതെ നക്ഷത്രവശാലാണെങ്കിലും ഇപ്പോൾ അതിന് പറ്റിയ സമയമില്ല. അതുകൊണ്ട് അതൊന്നും വേഗം നടക്കില്ല. അങ്ങനെയുള്ള സമയങ്ങളും ബുദ്ധിമുട്ടൊക്കെ ബാധിക്കും. പിന്നെ പറയുകയാണെങ്കിൽ ഇവരുടെ വാഹനയോഗം നല്ലതാണ് ഈ സമയത്ത്. പുതിയ വാഹനം വാങ്ങിക്കാൻ സാധിക്കും. അല്ല വാഹനം നമുക്കുള്ളത് അതൊക്കെ ഭംഗിയായിട്ട് കൊണ്ടേ നടക്കാൻ സാധിക്കും. ചില ആൾക്കാരൊക്കെ വാഹനങ്ങൾ നല്ല രീതിയിലൊക്കെ കേടുപാടുകളൊക്കെ വന്ന് ഉപേക്ഷിച്ചിട്ട് അങ്ങനെ വാഹനങ്ങളുണ്ടാവും. കുറേ കാലമായിട്ട് നോക്കാത്ത വാഹനങ്ങളുണ്ടാവും. അതെല്ലാം നമുക്ക് വീണ്ടും പുതുക്കി പണിതൊക്കെ ഉപയോഗിക്കാൻ സാധിക്കും. പുതിയതിൽ നന്നായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. പുതിയത് വാങ്ങിക്കാൻ സാധിക്കും. ഏതെങ്കിലും രീതിയിലൊക്കെ വാഹനങ്ങൾ വന്നു ചേരും. പിന്നെ ഭാഗ്യാനുഭവങ്ങളുണ്ടാവും. അത് വലിയൊരു കാര്യമാണ്. ഏതെങ്കിലും രീതിയിൽ കുറി മുഖേനയോ ആരെങ്കിലും സാമ്പത്തികമായിട്ട് സഹായിച്ചോ ലോട്ടറി മുഖേനയോ നല്ല പ്രതീക്ഷിക്കാതെ ഏതെങ്കിലും രീതിയിലൊക്കെ നമുക്ക് ധനം വന്നു ചേർന്ന എങ്ങനെയൊക്കെ ഒരു ഭാഗ്യാനുഭവങ്ങൾക്കും സാധ്യതയുണ്ട് ഈ സമയത്തെ. അതൊക്കെ ഒന്ന് നടത്തിയെടുക്കണം. അതൊക്കെ വന്നു ചേരണം. അതിന് നമ്മൾക്ക് സൽബുദ്ധിയും സൽപ്രവർത്തിയൊക്കെ നമ്മളിൽ നിന്ന് വരണം. അങ്ങനെ കാര്യം കൂടിയുണ്ട്. എന്നാലേ ഈ കാര്യങ്ങൾക്ക് ഏറ്റവും യോഗ്യമായിട്ട് നമ്മളാവുകയുള്ളൂ. ഇങ്ങനെയുള്ള കുറേ ഗുണങ്ങൾ നമുക്ക് വന്നാക്കാൻ സമയമാണ്. കന്നി കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് കുറച്ച് ഗുണങ്ങൾ വന്നാക്കാൻ സമയമാണ്. അപ്പോൾ ആ ഗുണങ്ങൾ വന്നാക്കാൻ സമയം നമ്മൾ വേണ്ട രീതിയിൽ വിനിയോഗിക്കുക എന്നുള്ളതാണ്. എന്നല്ലേ? അപ്പോൾ അത് വിനിയോഗിച്ച് ഭംഗിയായിട്ട് നമുക്ക് ധനത്തിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടൊക്കെ മാറ്റി, ജോലിയുള്ള ബുദ്ധിമുട്ടൊക്കെ മാറ്റി സന്തോഷമായിട്ട് ജീവിക്കാനുള്ള അവസരങ്ങൾ എല്ലാവരും ഉണ്ടാക്കണം. അപ്പോൾ ചില ആൾക്കാർ പറയും ഒരിക്കലും നമുക്ക് കഷ്ടകാലം മാറാറില്ല എന്ന്. ഇന്നലെ ഒരാളെന്നോട് പറയണേ കുറേ കാലമായിട്ട് കഷ്ടകാലങ്ങൾ മാറുന്നില്ല. അപ്പം നമുക്കൊരു 5 ലക്ഷം രൂപ നമുക്ക് ബാധ്യതയുള്ള ആളാണെന്ന് വിചാരിച്ചു. മനസ്സിലായ ചില സമയത്ത് നമുക്ക് ആ ബാധ്യത കൃത്യമായിട്ട് ആ ലോൺ അടക്കാനും കൃത്യമായിട്ട് അതിൻ്റെ പലിശ അടക്കാനും അത് മെയിൻ്റെനൻസ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും. ചില സമയങ്ങളിൽ നമുക്കിതിനൊന്നിനും സാധിക്കില്ല. ഇത് മെയിൻ്റെനൻസ് ചെയ്യാനും കുടുംബത്തിലെ കാര്യങ്ങൾ മെയിൻ്റെനൻസ് ചെയ്യാനൊക്കെ ഒന്നിച്ച് സാധിക്കില്ല. അങ്ങനെ 2 സന്ദർഭവും 2 സമയവും വന്നത്. നമുക്ക് അത്യാവശ്യം ജീവിതത്തിൽ എന്തെങ്കിലും മേൽഗതിയുള്ള സമയം വരുമ്പോൾ നമുക്കിതൊക്കെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും. ആ മേൽഗതി നഷ്ടപ്പെടുന്ന സമയം വരുമ്പോൾ എന്ത് ചെയ്യും? ഇതൊന്നും സാധിക്കില്ല. ഇപ്പോൾ ചില ആൾക്കാർ നല്ല വീടുണ്ടാക്കിയിട്ടുണ്ടാവും, നല്ലൊരു വിവാഹം കഴിച്ചിട്ടുണ്ടാവും, ആഗ്രഹിക്കുന്ന ഒരു സന്താനങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. അതൊക്കെ നല്ല കാലം നടന്ന കാര്യങ്ങളാണ്. നമുക്ക് ദോഷസന്ധിയായിട്ടുള്ള സമയമാണെങ്കിൽ നമുക്ക് നല്ലൊരു വിവാഹം കഴിക്കാൻ സാധിക്കില്ല, നല്ല രീതിയിൽ സന്താനങ്ങൾ ഉണ്ടാവില്ല, ഒരു ഗൃഹനിർമ്മാണം നടത്താൻ സാധിക്കില്ല, ഒരു നല്ല ജോലിയിൽ കയറാൻ സാധിക്കില്ല. അപ്പോൾ ഇതൊക്കെ നമ്മുടെ നല്ല കാലത്തുണ്ടായ കാര്യങ്ങളാണ്. അതാരും സമ്മതിക്കില്ല. അല്ലേ? എന്താണെങ്കിലും കന്നിക്കൂറുകാർക്ക് നല്ല സമയമാണ് ഇപ്പം. അത് മനസ്സിലാക്കി മുന്നോട്ട് പോകണം. ധാരാളിത്തങ്ങളൊക്കെ ഒഴിവാക്കി കുടുംബകാര്യങ്ങളൊക്കെ നോക്കി സ്വസ്ഥമായിട്ട് ധനമൊക്കെ അനാവശ്യമായിട്ട് ചിലവാക്കാതെയൊക്കെ സൂക്ഷിക്കുക. അപ്പോൾ ബുദ്ധിമുട്ടുള്ള സമയത്ത് നമുക്ക് വിനിയോഗിക്കാൻ സാധിക്കും. ഇനി ഈ സമയത്ത് ഈ നാളുകാർക്ക് ബുദ്ധിമുട്ടിൽ നിന്ന് മോചനം ഇല്ല എന്നുണ്ടെങ്കിൽ അതിന് പരിഹാരങ്ങളുണ്ട്. പ്രധാനമായിട്ട് അയ്യപ്പന് വഴിപാട് കഴിച്ച് പ്രാർത്ഥിക്കുക. അയ്യപ്പന് എള്ളുതിരി, നിരാഞ്ജനം, എള്ളുപായസം എന്നിവ കഴിച്ച് പ്രാർത്ഥിക്കുക. കരിക്കഭിഷേകം കഴിച്ച് പ്രാർത്ഥിക്കുക. അത് വളരെ വിശേഷവും. പിന്നെ ചെയ്യുക മഹാദേവന് പാലഭിഷേകം കഴിച്ച് പ്രാർത്ഥിക്കുക. കൂടത്തല കൊണ്ട് അഘോര മന്ത്രാർച്ചന കഴിച്ച് പ്രാർത്ഥിക്കുക. ഇതൊക്കെ ഇവരനുഭവിക്കുന്ന ദുരിതത്തിൽ നിന്ന് മോചനം കിട്ടാൻ നല്ലതാണ്. ഈ നാളുകാർക്ക് ദുരിതത്തിൽ നിന്ന് മോചനം ഇല്ല എന്നുണ്ടെങ്കിൽ അയ്യപ്പനുള്ളതിന് നീരാഞ്ജനം, കരിക്കഭിഷേകം, എള്ളുപായസം എന്നിവ എന്തെങ്കിലുമൊക്കെ വഴിപാട് കഴിച്ച് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ മഹാദേവന് കൂടത്തല കൊണ്ട് അഘോര മന്ത്രാർച്ചന കഴിച്ച് പ്രാർത്ഥിക്കുക. പാലഭിഷേകം കഴിച്ച് പ്രാർത്ഥിക്കുക. ഇതുകൊണ്ടൊക്കെ നമുക്ക് അനുഭവിക്കുന്ന ആ ദുരിതത്തിൽ നിന്ന് മോചനം കിട്ടും. ഒരു സംശയം വേണ്ട. മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക. ബുദ്ധിമുട്ടുള്ള ആൾക്കാരൊക്കെ ഈ വഴിപാടുകളൊക്കെ കഴിച്ച് പ്രാർത്ഥിക്കുക. അപ്പോൾ ഓരോ ബുദ്ധിമുട്ടുകൾ മാറും. പൊതുവേ ഇന്ന് ആളുകാർക്ക് നല്ല സമയമാണ്. അപ്പോൾ അത് മനസ്സിലാക്കി മുന്നോട്ട് പോവുക. കിട്ടുന്ന കാശൊക്കെ സൂക്ഷിച്ച് വയ്ക്കുക.
എന്താണെങ്കിലും നമ്മളുടെ വീഡിയോസ് ഇഷ്ടമാവണ ആൾക്കാർ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നമ്മുടെ സംരംഭം പ്രോത്സാഹിപ്പിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ ഗുണങ്ങളും ഐശ്വര്യവും സമൃദ്ധി എല്ലാം ശ്രീ മഹാദേവൻ തരട്ടെ. ശുഭദിനാശംസകൾ എല്ലാ നന്മകളും നേരുന്നു. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ.